സീറോ മലബാർ സഭ ഹൈറാർക്കിയുടെ സ്ഥാപന ശതാബ്ദി അഭിമാനകരമായ ചരിത്ര മുഹൂർത്തത്തിന്റെ ഓർമ്മയാണെന്ന് സഭാ അഡ്മിനിസ്ട്രേറ്റർ മാർ സെബാസ്റ്റ്യൻ വാണിയമ്പുരക്കൽ. ശതാബ്ദി വർഷ സമാപനത്തിന്റെ ഭാഗമായി സഭാ കാര്യാലയമായ മൗണ്ട് സെന്റ് തോമസിൽ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് നടന്ന കൃതജ്ഞതാ ബലിക്ക് ആമുഖ സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. 1923 ഡിസംബർ 21 റൊമാനി പൊന്തിഫിച്ചസ് എന്ന തിരുവെഴുത്തു വഴി പരിശുദ്ധ പിതാവ് 11-ാം പിയൂസ് മാർപ്പാപ്പയാണ് സീറോ മലബാർ ഹൈറാർക്കി സ്ഥാപിച്ചത്. എറണാകുളത്തെ അതിരൂപത പദവിയിലേക്ക് ഉയർത്തുകയും തൃശൂർ, ചങ്ങനാശ്ശേരി, കോട്ടയം എന്നിവയെ സാമന്ത രൂപതകളായി നിശ്ചയിക്കുകയും ചെയ്തുകൊണ്ട് റോമാ മാർപ്പാപ്പ എടുത്ത ഈ തീരുമാനത്തെ തുടർന്ന് സഭയുടെ നാളിതുവരെയുള്ള വളർച്ച അത്ഭുതാവഹമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹൈറാർക്കിയുടെ സ്ഥാപനത്തിലൂടെ ദൈവം നമ്മുടെ സഭയ്ക്ക് നൽകിയ അനുഗ്രഹങ്ങളെ നന്ദിയോടെ ഓർക്കുകയും ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലും സാർവത്രിക സഭയുടെ കൂട്ടായ്മയിലും മുൻപോട്ടു പോകാനും ഈ ആഘോഷം നമ്മെ സഹായിക്കട്ടെ എന്ന് മാർ വാണിയമ്പുരക്കൽ പിതാവ് പ്രത്യാശ പ്രകടിപ്പിച്ചു. ഹൈറാർക്കിയുടെ സ്ഥാപനം സീറോ മലബാർ സഭയുടെ ആത്മാഭിമാനത്തിനും അത്ഭുതകരമായ വളർച്ചയ്ക്കും വഴിതെളിച്ചുവെന്ന് എറണാകുളം അങ്കമാലി അതിരൂപത അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ പിതാവ് വിശുദ്ധ കുർബാന മധ്യം നൽകിയ വചന സന്ദേശത്തിൽ പറഞ്ഞു. സഭാ അഡ്മിനിസ്ട്രേറ്റർ മാർ സെബാസ്റ്റ്യൻ വാണിയമ്പുരക്കൽ പിതാവിനോടൊപ്പം കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി, ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്, ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ, മാർ ബോസ്കോ പുത്തൂർ, മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ, മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ, മാർ ടോണി നീലങ്കാവിൽ, റവറൻ ഫാദർ തോമസ് ചാത്തംപറമ്പിൽ CMI, റവറൻ ഫാദർ ജോൺ കണ്ടത്തിക്കര VC, റവറൻ ഫാദർ ജോജോ വരകുകാലായിൽ CST, റവറൻ ഫാദർ അഗസ്റ്റിൻ പായിക്കാട്ട് MCBS തുടങ്ങി 60ഓളം വൈദികർ സഹകാർമ്മികരായിരുന്നു. സമർപ്പിത സമൂഹങ്ങളുടെ മേലധികാരികളും കൂരിയ അംഗങ്ങളും സീറോ മലബാർ സഭയുടെ വിവിധ രൂപതകളിൽ നിന്നായി ക്ഷണിക്കപ്പെട്ട പ്രതിനിധികളും കൃതജ്ഞതാ ബലിയിൽ പങ്കെടുത്തു.